ഇവിടെ പ്രത്യേകിച്ച് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇത് പുണ്യ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞ ഒരു വാക്ക്, പുണ്യ റസൂലിന്റെ ഒരു ഹദീസ് അല്ല. ഞാൻ ആയിഷയെ റളിയല്ലാഹു അൻഹ കല്യാണം കഴിക്കുന്നത് 6-ാം വയസ്സിലാണ്. ഞങ്ങൾ തമ്മിലുള്ള ദാമ്പത്യ ബന്ധം ആരംഭിക്കുന്നത് 9-ാം വയസ്സിലാണ് എന്ന ഒരു വാക്ക് പുണ്യ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നതായി ലോകത്തെവിടെയും ലഭ്യമല്ല. ഇത് ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറയുന്ന ഒരു വാക്കാണ്. സ്വഹീഹുൽ ബുഖാരിയിൽ വന്നിട്ടുള്ളതാണ്. അതിൻ്റെ സനദിനെ കുറിച്ചൊന്നും യാതൊരു അഭിപ്രായ വ്യത്യാസവും ഇവിടെ നമുക്കാർക്കുമില്ല. ഞാനത് നേരത്തെ തന്നെ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. ഇവിടെ പ്രത്യേകിച്ച് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഹദീസ് നിഷേധി എന്നൊക്കെ പറഞ്ഞ് എന്നെ ഈ അടുത്ത കാലഘട്ടത്തിൽ ചില വ്യക്തിവിരോധികൾ അവരായിരിക്കും അതിന് മുന്നിൽ നിന്നത് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. പിന്നെ കാര്യങ്ങളെ മനസ്സിലാക്കാത്ത ചില ആളുകൾ, അതായത് കള പ്രസവിച്ചു എന്ന് കേൾക്കുമ്പോഴത്തിന് കയറ് വിട്ട് എടുത്തോടി വന്ന ചില ആളുകൾ, അവരൊക്കെ ആയിരിക്കും അത് വല്ലാതെ ഇങ്ങനെ കത്തിച്ചത് അത് എന്ന് മനസ്സിലാവുന്നു. അപ്പം സാധാരണ പൊതുജനങ്ങൾ മനസ്സിലാക്കി എന്ത് റഹ്മത്തുള്ള ഖാസിമി ആസി ഹദീസ് നിഷേധിയായോ അങ്ങനെയൊക്കെ ചിന്തിച്ചു. അപ്പോൾ പിന്നെ പലതും അതിനെക്കുറിച്ച് പറഞ്ഞു. അതൊക്കെ ഞാൻ പിന്നീട് വിശദീകരിക്കാം. അപ്പം ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇത് പുണ്യ റസൂൽ പറഞ്ഞ ഒരു വാക്ക് അല്ല. പുണ്യ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു എന്ന് ബോധ്യപ്പെട്ട ഒരു കാര്യത്തിന് പിന്നെ മത്തിനെ പരിശോധിക്കേണ്ട ആവശ്യമില്ല. എന്തുകൊണ്ട്? അത് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതാണ് എന്നിരിക്കുമ്പോൾ പിന്നെ അതിൽ ചർച്ചയില്ല. സനദ് മാത്രം നോക്കിയാൽ മതി. മത്തിനവിടെ നോക്കേണ്ട ആവശ്യം തന്നെ ഇല്ല. എന്തുകൊണ്ട് ഇതാണ് ഹബീബ റസൂലുള്ളാഹ്. പക്ഷെ ഇവിടെ ശരിക്ക് കാര്യങ്ങൾ പൊതുജനത്തെ പലരും തെറ്റിദ്ധരിപ്പിക്കുകയാണ് ചെയ്തത്. ഇത് പുണ്യ റസൂൽ പറഞ്ഞ ഒരു വാക്ക് അല്ല. ഈ വിഷയത്തിൽ അള്ളാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സാഹിബുൽ വഹ്യായ, ലോകത്ത് സയ്യിദുനാ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം വഹ്യ നൽകിയ മഹാനായ മുസ്തു മുഹമ്മദ് മുസ്തഫ, തിരുവായ്ക്ക് എതിരുവായില്ലാത്ത അള്ളാഹുവിൻ്റെ ഹബീബ് പറഞ്ഞ ഒരു വാക്ക് ഇന്ന് ലോകത്ത് എവിടെയും നിലനിൽക്കുന്നില്ല എന്ന പരമമായ സത്യം ഞാൻ നിങ്ങളെ അറിയിക്കുകയാണ്. അപ്പം ആയിഷ ബീവി റളിയല്ലാഹു അൻഹ, അവർക്ക് വഹ്യൊന്നുമില്ല. അതേസമയത്ത് അതിൻ്റെ സനദ് സഹീഹാണ്, അതിനിവിടെ തർക്കവും ഇല്ല. അപ്പോൾ കേവലം നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറഞ്ഞിട്ടുള്ളൊരു വാക്കാണ്. അത് പൊതുവായി പറഞ്ഞു കേൾക്കുന്ന ഒരു വിഷയവുമാണ്. പക്ഷേ അതേ സമയത്ത് ആയിഷ ബീവി റളിയല്ലാഹു അൻഹയെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിവാഹം നടക്കുമ്പോൾ, ദാമ്പത്യം തുടങ്ങുമ്പോഴല്ല, വിവാഹം നടക്കുമ്പോൾ 16 വയസ്സായിരുന്നു എന്നും, അതേ സമയത്ത് ഭാര്യ ഭർത്തൃ ബന്ധം, ദാമ്പത്യ ബന്ധം ഒക്കെ ആരംഭിക്കുമ്പോൾ അവർക്ക് 19 വയസ്സിനും മുകളിലായിരുന്നു എന്നും അഭിപ്രായപ്പെടുന്ന അഭിപ്രായങ്ങൾ ലോകത്ത് വളരെ വളരെ കാലമായി നിലനിൽക്കുന്ന ഒരു യാഥാർത്ഥ്യമാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ ബിനിഅ്മതികൽ ഉളുമാ സ്വല്ലി അലൽ ഹബീബി മുഹമ്മദിൻ വആലി കമാ അഅലൻത വസല്ലിം. ബഹുമാന്യരെ, ബഹുമാനപ്പെട്ട ഉമ്മുൽ മുഅ്മിനീൻ ആയിഷത്തു സിദ്ദീഖ റളിയല്ലാഹു അൻഹ മഹദിയുടെ വിവാഹപ്രായവുമായി ബന്ധപ്പെട്ട അതിവിശാലമായ ചർച്ചകൾ മുമ്പ് നാം നടത്തിയതാണ്. ഈ പരിശുദ്ധ റമളാനിൽ, പ്രത്യേകിച്ചും ഞാനിപ്പോൾ ഉള്ളത് മസ്ജിദുൽ ഹറാമിലാണ്, അവിടെ വെച്ച് ഇങ്ങനെ ഒരു സന്ദേശം നൽകേണ്ടി വന്നത് അള്ളാഹുവിൻ്റെ വിധിയാണ്. അള്ളാഹു നല്ലത് മനസ്സിലാക്കാൻ നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. വിശാലമായി മുമ്പ് പറയാത്തത് തന്നെ പറയാനുണ്ടെങ്കിലും പ്രധാനപ്പെട്ട പോയിൻ്റ് മാത്രം പറഞ്ഞു ഞാൻ ഈ വിഷയം അവസാനിപ്പിക്കുകയാണ്. ബഹുമാനപ്പെട്ട ആയിഷ റളിയല്ലാഹു അൻഹ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ
എന്നെ വിവാഹം ചെയ്തത് 6-ാമത്തെ വയസ്സിലാണ് എന്നും അല്ലെങ്കിൽ മറ്റൊരു വാഴ്ത്ത് പ്രകാരം 7-ാമത്തെ വയസ്സിലാണ് എന്നും, 6-ാം വയസ്സിലാണ് അല്ലെങ്കിൽ 7-ാം വയസ്സിലാണ്. അതുപോലെ ഞാനുമായി നബി തങ്ങൾ വീട്ടിൽ കൂടിയത്, നബി തങ്ങൾ എന്നെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി ദാമ്പത്യ ജീവിതം തുടങ്ങുന്നത് 9-ാമത്തെ വയസ്സിലുമാണ് എന്ന് ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞൊരു വാക്കാണ്. അത് ഓർമ്മപ്പെശകായോ മറ്റോ പറഞ്ഞതുമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഞാൻ ആയിഷയെ വിവാഹം ചെയ്തത് 6-ാമത്തെ വയസ്സിലാണ്, വീട്ടിൽ കൂടിയത് 9-ാമത്തെ വയസ്സിലാണ് എന്ന് നബി തങ്ങൾ പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞതിനെ വിമർശിക്കാം, അത് ഓർമ്മപ്പെശകാവാം എന്നെല്ലാമുള്ള ഒരു വാദം ആ വോയിസ് ഞാൻ വിടുന്നുണ്ട്. ആദ്യം അതാണ് കേൾപ്പിക്കുന്നത്. ഈ ഒരു വാദം, ഒരു ചർച്ച ഒരു പണ്ഡിതൻ്റെ ഭാഗത്തിൽ നിന്ന് ഉണ്ടായതിൽ ഞാൻ വല്ലാതെ ദുഃഖിക്കുന്നു. ഇൽമുൽ ഹദീസുമായി ബന്ധമുള്ള, ഹദീസിനെ സംബന്ധിച്ച് അറിയുന്ന ഒരു വിദ്യാർത്ഥി പോലും, 1-ാം ക്ലാസ്സുകാരന് പോലും ഇങ്ങനെ ഒരു വാദം പറയാൻ പാടില്ലായിരുന്നു. കാരണം ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹദീസ്, അതിനേക്കാണ് മർഫൂആയ ഹദീസ് എന്ന് പറയുക. ആ ഹദീസ് എന്ന് പറഞ്ഞാൽ മാ ഉളീഫ ഇലൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മിൻ ഖൗലിൻ ഔ ഫിഅലിൻ ഔ തഖ്രീർ. ഞാൻ ഉദ്ധരിക്കുന്നത് കസ്തല്ലാനിൽ നിന്നാണ്. അതേ സമാന ഇബാറത്തുകൾ എല്ലാ കിതാബുകളിലുമുണ്ട്. മുഖദ്ദിമത്ത് ഇബ്നു സലാഹിലുണ്ട്. നാം ഓതുന്ന എല്ലാ കിതാബിലും അതുണ്ട്. മറ്റു ചിലരിൽ കാണാൻ ഹദീസ് എന്ന് പറഞ്ഞാൽ അക്വാലുഹു വഅഫ്ആലുഹു വതഖ്രീറാത്തുഹു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കൗലുകൾ, നബി തങ്ങളുടെ ഫിഅലുകൾ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അംഗീകാരങ്ങൾ, അതെല്ലാം നബി തങ്ങളിലേക്ക് ചേർത്തി പറഞ്ഞത് നബി തങ്ങളുടേത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് മർഫൂആയ ഹദീസാണ്. അതാണ് നബിയുടെ ഹദീസ്. നബി പറഞ്ഞത് മാത്രമേ ഹദീസാവുള്ളൂ എന്ന് ലോകത്ത് ഒരാളും പറയാത്തതാണ്. ഇവിടെ ഈ ഹദീസ് ആയിഷ റളിയല്ലാഹു അൻഹയുടെ വയസ്സുമായി ബന്ധപ്പെട്ടത്, ആയിഷ റളിയല്ലാഹു അൻഹ എൻ്റെ വയസ്സ് ഇത്രയാണ്, എന്നെ ജനിച്ചത് ഇത്രയാണ് എന്നല്ല പറയുന്നത്. ഇവിടെ പറയുന്നത് എന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ 6-ാമത്തെ വയസ്സുണ്ടാകുമ്പോൾ നബി തങ്ങൾ എന്നെ നിക്കാഹ് ചെയ്തു എന്നാണ്. അതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഞാനുമായി വീട്ടിൽ കൂടിയത് എനിക്ക് 9 വയസ്സുണ്ടാകുമ്പോഴാണ് എന്നാണ് പറയുന്നത്. നബി തങ്ങളിലേക്ക് ചേർത്തിക്കൊണ്ട് പറയുന്നതാണ്. അത് മർഫൂആയ ഹദീസാണത്. നബി തങ്ങളുടെ ഫിഅലാണ് പറയുന്നത്. അതുകൊണ്ട് കൗലിനേക്കുള്ള അതേ പ്രാധാന്യം ആയിഷ ബീവി പറയാൻ നബി തങ്ങൾ ഇന്നത് പറഞ്ഞു എന്ന് പറയുന്ന അതേമാതിരി തന്നെയാണ്. നബി തങ്ങൾ ഇന്നാലിന്ന പണി ചെയ്തിട്ടുണ്ട്, 6-ാമത്തെ വയസ്സിൽ എന്നെ നിക്കാഹ് ചെയ്തിട്ടുണ്ട് എന്ന് ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്ന നബി തങ്ങളുടെ ഫീലാണ്. അത് മർഫൂആയ ഹദീസാണ്. എന്താ നബി തങ്ങൾ പറഞ്ഞു എന്ന് ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറഞ്ഞു പോകുന്ന പിശകായിക്കൂടെ? എന്താ നബി തങ്ങളുടെ കൗല് ആയിഷ ബീവി പറയുന്നത് ഓർമ്മ പിശകാൻ പറ്റൂല എന്നും നബി തങ്ങളുടെ ഫിഅല് പറയുന്നത് ഓർമ്മ പിശകാട് എന്ന് പറഞ്ഞതും എന്ത് വ്യത്യാസമുള്ളത്? അപ്പം ഈ ഒരു അറിവില്ലായ്മയിൽ നിന്നാണ് ഗവേഷണം ചെയ്യാൻ വേണ്ടി മുതിർന്നുകൊണ്ട്
ബഹുമാനപ്പെട്ട അയിമ്മത്തുൽ കിറാം റളിയല്ലാഹു അൻഹും എല്ലാവരും ഇജ്മാ ആയതുപോലെയുള്ളൊരു വിഷയം, ആ വിഷയത്തെ ഗണ്ണിക്കുന്നത്. ഇവിടെ നിങ്ങൾ വിമർശിക്കുന്നവർ, ഈ ഹദീസുകളെ തള്ളുന്നവർ, അല്ലെങ്കിൽ അത് ആയിഷാ ബീവിക്ക് അന്തമില്ലാതെ പറഞ്ഞതാണെന്ന് പറയുന്നവർ, അത് ആയിഷാ ബീവി മാത്രമല്ല പറഞ്ഞിട്ടുള്ളത്, മഹാന്മാരായ ധാരാളം ഇമാമിങ്ങളത് പറഞ്ഞിട്ടുണ്ട്. മുമ്പ് മുല്ലാ അലിയുൽക്കാരിയുടെ ഈ ഭാഗത്ത് ഞാൻ ഉദ്ധരിച്ചിട്ടുണ്ട്. വതസ്വീജു അബീ ബക്കറിൻ ആയിഷത്ത വഹിയ ബിന്തു സിത്തി സിനീന ഖരീബും മിനൽ മുതവാത്തിർ. ആയിഷ റളിയല്ലാഹു അൻഹയെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു നിക്കാഹ് ചെയ്ത് കൊടുത്തു അവർക്ക് 6 വയസ്സുണ്ടാകുമ്പോൾ എന്നുള്ളത് മുത്തവാത്തിറിനോട് അടുത്തതാണ്. 1ഉം 2ഉം 10ഉം പേരല്ലാതെ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. ബുഖാരിയുടെയും മുസ്ലിമിൻ്റെയും മേലിൽ മുസ്തദർക്ക് ഉണ്ടാക്കിയ ബഹുമാനപ്പെട്ട ഹാക്കിം റളിയല്ലാഹു അൻഹു അവരുടെ മുസ്തദറക്കിൽ പറയുന്ന സംഭവം ബുഖാരിയുടെയോ മുസ്ലിമിൻ്റെയോ ഷർത്തത്ത ഹദീസാണ്. അവരുടെ വാദപ്രകാരം അവർ മുസ്തദറക്കിൽ പറയൽ. വകാനത്ത് ആയിഷത്തു റളിയല്ലാഹു അൻഹാ, മുസ്തദറക്കാൻ വായിക്കുന്നത് 6716 ഹദീസിൻ്റെ ഒരു ഭാഗമാണ്, വിശദമായ ഹദീസാണ്. സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആയിഷാ ബീവി ജനിച്ചതിൻ്റെ ശേഷം സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹുവിൻ്റെ വീട്ടിലേക്ക് എല്ലാ ദിവസവും മുസ്ലിമായോടെ മുതൽ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു മുസ്ലിമായോടെ മുതൽ പോകുന്നതാണ്. ജനിച്ചതിൻ്റെ ശേഷം ആയിഷാ ബീവി ജനിച്ചതിന് ശേഷം പോകലുണ്ട്. ആ സമയത്ത് പ്രത്യേകം പറയലുണ്ട്, ആയിഷക്ക് പ്രത്യേക ഹദ്ദുള്ളവളാണ്, അവളെ നിങ്ങൾ ശ്രദ്ധിക്കണം, പ്രത്യേകം നോക്കണം, പ്രത്യേകം സംരക്ഷിക്കണം. അങ്ങനെ പ്രത്യേക ലാളനയിൽ കുടുംബത്തിൽ വളർന്നവരാണ് ബഹുമാനപ്പെട്ട ആയിഷ റളിയല്ലാഹു അൻഹ. ആ സംഭവങ്ങൾ വിശദമായി പറഞ്ഞു. ഒരു ദിവസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സിദ്ദീഖുൽ അക്ബറിൻ്റെ വീട്ടിൽ ചെന്നപ്പോൾ ആയിഷ റളിയല്ലാഹു അൻഹ വാതിൽ കൊടിയിൽ വെച്ച് കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഉമ്മു റുമാനെ വിളിച്ച് ആയിഷ റളിയല്ലാഹു അൻഹ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിളിച്ചു ഉമ്മു റുമാൻ, ആയിഷ ബീവിയുടെ ഉമ്മാനെ. എന്തിനാണ് ആയിഷ കരയുന്നത്? മുറുമാൻ പറഞ്ഞു, ഇവിടെ വീട്ടിൽ നടന്ന ചില പ്രശ്നങ്ങൾ ആയിഷ റളിയല്ലാഹു ആയിഷ സിദ്ദീഖുൽ അക്ബറിനോട് പറഞ്ഞു, ഉപ്പായോട് പറഞ്ഞു. അത് കാരണമായിട്ട് സിദ്ദീഖ് റളിയല്ലാഹു ഞങ്ങളോട് ദേഷ്യം പിടിച്ചു. അപ്പോൾ ഞാൻ ആയിഷയെ ശകാരിച്ചു. അതിൻ്റെ പേരിൽ ആടിയത് പറഞ്ഞപ്പം ആയിഷ അങ്ങനെ ചെയ്താലും അവളെ നിങ്ങൾ വിഷമിപ്പിക്കരുത്. മുറുമാൻ പറഞ്ഞു, ഇനി അത് സംഭവിക്കൂല. ഇങ്ങനെയുള്ള ആ വിശദമായ സംഭവം ചരിത്രം പറയുന്ന കൂട്ടത്തിൽ മുസ്തദറക്കിൽ പറയാണ്, വകാനത്ത് ആയിഷത്തു റളിയല്ലാഹു അൻഹാ ഉലിദത്ത് ഫിസ്സനത്തി റാബിഅതി മിനൻ നുബുവ. ഇത് നസ്സ് ഇബാറത്താണ്, ആയിഷ ബീവിയല്ല അത് റിപ്പോർട്ട് ചെയ്യുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് നബുവത്ത് കിട്ടി 4ാമത്തെ വയസ്സ് കൊല്ലത്തിലാണ് ആയിഷ റളിയല്ലാഹു അൻഹയെ ജനിക്കപ്പെട്ടിട്ടുള്ളത്. നസ്സ് ഇബാറത്താണത്, ഹദീസാണ്. وتزوجها رسول الله صلى الله عليه وسلم في السنة 10 في شوال وهي يومئذ ابنة 6 سنين. ആയിഷ റളിയല്ലാഹു അൻഹാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിക്കാഹ് ചെയ്യുമ്പോൾ 6 വയസ്സുണ്ട്. അത് ഷവ്വാലിലാണ്, ഹിജ്റയുടെ 10ാമത്തെ വർഷത്തിലുമാണ്. 4ാമത്തെ വർഷത്തിൽ ജനിച്ചു, അല്ല നുബുവത്തിൻ്റെ 4ാമത്തെ വർഷത്തിൽ ജനിച്ചു. നുബുവത്തിൻ്റെ 10ാം വർഷത്തിൽ നിക്കാഹ് ചെയ്തു. 6 വയസ്സ് തന്നെയാവുള്ളൂ കണക്കൂട്ടിയാൽ. എന്നാലും അവിടെ നെസ്സായി പിന്നെയും പറയുന്നതാണ്, അന്ന് 6 വയസ്സാണുള്ളത്. ഇങ്ങനെ ഇമാമിങ്ങൾ പലരും റിപ്പോർട്ട് ചെയ്തൊരു സംഭവം നബി തങ്ങളെ ഫിഅലായാണ് പറയുന്നത്. അത് മർഫുവായ ഹദീസാണ്, അത് നിഷേധിക്കാൻ പാടില്ല ഒരു കാരണവശാലും. അത് ഊഹാപോഹമാണെന്ന് പറഞ്ഞാൽ നബി തങ്ങൾ പറഞ്ഞു എന്ന് പറയുന്നതും അതേമാതിരിയെ കൂടെ. എന്താ രണ്ടും തമ്മിൽ വ്യത്യാസമുള്ളത്? അപ്പം നബി തങ്ങളുടെ ഹദീസ് എന്ന് പറഞ്ഞാൽ നബി തങ്ങളുടെ കൗല് മാത്രമാണെന്ന് മനസ്സിലാക്കിയും കൊണ്ടാണ് ഈ ഇമാമിങ്ങൾ മുഴുവനും അംഗീകരിച്ചത്. അതിനെ തള്ളാൻ വേണ്ടി ആഗോള പണ്ഡിതന്മാരെന്നോ ഭൂലോക പണ്ഡിതന്മാർ എന്നോ പറയുന്ന ആളുകൾ അവർ ശ്രമിക്കുന്നത് എല്ലാം ഈ കഴിഞ്ഞ ഈ നൂറ്റാണ്ടിലോ അടുത്ത നൂറ്റാണ്ടുകാരോ ആണ്
മഹാന്മാരായ ഇമാമിങ്ങൾ എല്ലാവരും ഈ സംഭവം അംഗീകരിച്ചിട്ടാണുള്ളത്. ആരും തന്നെ അത് വിമർശിച്ചിട്ടില്ല. ഈ ഹദീസിൻ്റെ റിപ്പോർട്ടർമാരിൽ പ്രധാനപ്പെട്ടവരാണ് സ്വഹീഹൈനി, ബുഖാരി, മുസ്ലിം, അതുപോലെ ഇബ്നു മാജ, നസായി, ഹാക്കിം, മുഅത്ത, ഇങ്ങനെയുള്ള അധിക ഹദീസിൻ്റെ ഗ്രന്ഥങ്ങളിലും ഞാനിത് കണ്ടിട്ടുണ്ട്. മുസ്ലിം സ്വഹീഹായ കിതാബാണ്, സ്വഹീഹ് മുസ്ലിമാണ്. ബുഖാരി സ്വഹീഹാണ്. അതെല്ലാം ബുഖാരി സ്വഹീഹാകുന്നതും മുസ്ലിം സ്വഹീഹാകുന്നതും അവർ അത് രചിച്ചു എന്നതുകൊണ്ട് മാത്രമല്ല, അവർ ഇമാം മുസ്ലിം റളിയല്ലാഹു അൻഹു സ്വഹീഹിനെ രചിച്ചു. അവർ ആ കിതാബുമായി അന്നത്തെ കാലത്തെ വലിയ ഹദീസ് നിപുണന്മാരായ, മാറ്റുരക്കുന്നവരായ, വിമർശകരായ ആളുകളുടെ അടുക്കലേക്ക്, നിരൂപകരായ ആളുകളുടെ അടുക്കലേക്ക് കൊണ്ടുപോയി. എന്നിട്ട് അവരുടെ മുമ്പിൽ ഓതിക്കൊടുത്തു. അവർ എന്തെല്ലാം മാറ്റണമെന്ന് പറഞ്ഞോ അതെല്ലാം മാറ്റി. എല്ലാവരും ഇത് മുഴുവനും സ്വഹീഹാണെന്ന് സമ്മതിച്ചതിൻ്റെ ശേഷം മാത്രമാണ് അവർ അത് കൊടുത്തിട്ടുള്ളത്. ബുഖാരി, മുസ്ലിം പുറത്തു വന്നത് എന്നല്ലാതെ ഒരാൾ സ്വന്തമായി കൊടുത്ത് രചിച്ചതല്ല. സ്വന്തമായി രചിച്ചു. അന്നത്തെ പണ്ഡിതന്മാരോട് മുഴുവനും ഇതിനെ സംബന്ധിച്ച് ചർച്ച ചെയ്തു. അവരിതെല്ലാം 100% ശരിയാണെന്ന് ഒപ്പുവെച്ചു. അങ്ങനെയാണ് മുസ്ലിം സഹിയാകുന്നത്. ബുഖാരിയും അതുപോലെ ഇമാം ബുഖാരി 10-16ഓളം കൊല്ലങ്ങളെടുത്താണ് തനിക്ക് ഹിഫ്ളുള്ള ബുഖാരിയുടെ ഹദീസുകൾ മുഴുവനും ഓരോന്നോരോന്ന് കൊടുക്കുന്നത്. അത് തന്നെ ഓരോരോ ഹദീസ് കൊടുക്കാൻ വേണ്ടി ഇതായിരിക്കുമ്പോൾ കുളിച്ച് നിസ്കരിച്ച്, ഇസ്തിഖാറത്തിൻ്റെ നിസ്കാരം നിസ്കരിച്ച് അത് സഹീഹാണെന്നവർക്ക് ബോധ്യപ്പെട്ടതിൻ്റെ ശേഷം മാത്രം കൊടുക്കുകയും, അതിൻ്റെ ശേഷം ബാബുകൾ ഇടുമ്പോൾ ഓരോരോ ബാബിടാനും അവർ ഇസ്തിഖാറത്തിൻ്റെ നിസ്കാരം നിസ്കരിച്ച് ആ ബാബ് അവിടെ കൊടുക്കാനുള്ള പ്രത്യേക അനുമതി ലഭിച്ചതിൻ്റെ ശേഷം കൊടുത്തു. എന്നിട്ട് അവർ ധാരാളം പണ്ഡിതന്മാർക്ക് കൊടുത്തു. അവരെല്ലാവരും അത് സഹിയാണെന്ന് സമ്മതിച്ചു. ഒരൊറ്റൊന്നും വിമർശിക്കാൻ പറ്റിയതില്ല. അങ്ങനെയാണ് ആകാശത്ത് പരിശുദ്ധ ഖുർആന്റെ താഴെ പരിശുദ്ധ ഖുർആൻ കഴിച്ചാൽ ഏറ്റവും അസഹായ കിതാബ് സഹീഹുൽ ബുഖാരിയാണെന്ന പേര് അതിന് ലഭിക്കുന്നത്. അതിൽ അബദ്ധങ്ങളില്ല. ഒരാൾക്കും അതിൽ അബദ്ധങ്ങൾ സൂചിപ്പിച്ച പലരുണ്ടെങ്കിലും അതിനെല്ലാം ഇമാമിങ്ങൾ മറുപടി കൊടുത്തിട്ടുണ്ട്. അങ്ങനെയുള്ള മുസ്ലിം റളിയല്ലാഹു അൻഹു ഈ ഹദീസ് ഉദ്ധരിച്ചുകൊണ്ട് പറയുന്നത്, ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്യാൻ വേണ്ടി ബാബിടുന്ന എന്താ? നബി ഇമാം ബാബിടുന്നു, ബാബു ജവാജി തസ്വീജുൽ അബി അൽ ബിക്റ സ്വഗീറത, ശിശുവായ കന്യകയായ പെൺകുട്ടിയെ ബാപ്പാക്ക് കല്യാണം കഴിച്ചു കൊടുക്കൽ ജായിസാണ് എന്ന് വിശദീകരിക്കുന്ന അധ്യായം. എന്നിട്ട് 2 ഹദീസാണ് കൊടുക്കുന്നത്. 2 ഹദീസ് 2 സനദോട് കൂടെ. ഒന്ന്, തസവ്വജനി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലിസിത്തി സിനീന വബനാബി വഅന ബിന്തു തിസ്ഇ സിനീൻ. മറ്റൊരു ഹദീസ് തസവ്വജഹാ വഹിയ ബിന്തു 7 സിനീൻ. ഇങ്ങനെ 2 ഹദീസ് അതിൽ കൊടുത്തു. ഇത് വിശദീകരിച്ചു കൊണ്ട് ബഹുമാനപ്പെട്ട നബിമാ പറയുന്നുണ്ടോ, ഹാദാ സ്വരീഹുൻ ഫീ ജവാസി തസ്വീജിൽ അബി സ്വഗീറത ബിഗൈരി ഇദ്നിഹാ. ചെറിയതായ പെൺകുട്ടിയെ പിതാവിനിക്ക് ശിശു വിവാഹം നടത്തൽ ജായിസാണ് എന്നതിൽ വ്യക്തമായ ഹദീസാണ്. നബിയുടെ ഫീലാണ് ഇവിടെ ഉള്ളത്. ബിഗൈരി ഇദ്നിഹാ, കുട്ടിയുടെ സമ്മതം ചോദിക്കേണ്ടതില്ല. ലിഅന്നഹു ലാ ഇദ്ന ലഹാ, ചെറിയ കുട്ടിയുടെ സമ്മതം പരിഗണിക്കപ്പെടൂലല്ലോ. അതുകൊണ്ട് തന്നെ വൽ ജദ്ദു കൽ അബി ഇൻദനാ, ഷാഫി മദ്ഹബ് പ്രകാരം വല്ലിപ്പാക്കും ഉപ്പാൻ്റെ മാതിരി ചെറിയ പെൺകുട്ടികളെ പ്രായപൂർത്തിയാകുന്നതിൻ്റെ മുമ്പ് കെട്ടിച്ചു കൊടുക്കാം. എന്നിട്ട് നബി ഇമാം പറയാണ്, ഇനിയാണ് ശ്രദ്ധിക്കേണ്ടത്, വ അജ്മഅൽ മുസ്ലിമൂന അലാ ജവാസി തസ്വീജിഹി ബിൻതഹുൽ ബിക്റ സ്വഗീറത ലിഹാദൽ ഹദീസി. മുസ്ലിം ലോകം ഐക്യകണ്ഠേന ഇജ്മാ ആയിരിക്കുന്നു. മുസ്ലിമീങ്ങളുടെ അഭിപ്രായ വ്യത്യാസമില്ല.
പിതാവിനിക്ക് അവൻ്റെ സഗീറത്തായ പെൺകുട്ടിയെ ശിശുവിവാഹം നടത്താൻ പറ്റും എന്നുള്ളതിൽ മുസ്ലിം ലോകത്ത് അഭിപ്രായ വ്യത്യാസമില്ല, ഇജ്മാ ഉള്ള കാര്യമാണ്. ലിഹാദൽ ഹദീസി, ഈ നബി തങ്ങളുടെ ഈ പ്രവൃത്തിക്ക് വേണ്ടി, ഈ ഹദീസിന് വേണ്ടി നബി തങ്ങൾ ആയിഷയെ കല്യാണം കഴിക്കുമ്പം ആയിഷയെ 6 വയസ്സായ കുട്ടിയാണ് എന്ന ഹദീസിന് വേണ്ടി, അവിടെ ആയിഷ ബീവിൻ്റെ കൗലെല്ലാം വാക്കല്ല, അത് നബി തങ്ങളുടെ ഫിഅല് ആയിഷ ബീവി ഉദ്ധരിക്കുകയാണ്. പലരും ഉദ്ധരിച്ചിട്ടുണ്ട്. അത് ലോകത്ത് അഭിപ്രായ വ്യത്യാസമില്ലാത്തൊരു സംഭവമാണ്. ഇമാം ബുഖാരി ഇതിനു വേണ്ടി ബാബിട്ടത്, അല്ല അത്ഭുതമുള്ള ബാബുകളാണ് മുമ്പ് വിശദീകരിച്ചിട്ടുണ്ട്. ഒരു ബാബു തസ്വീജ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആയിഷത്ത വഖുദൂമിഹ അൽ മദീന. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആയിഷ ബീവിയെ കല്യാണം കഴിക്കുന്നത് സ്വീകരിക്കുന്ന ബാബ്, ആയിഷ ബീവി മദീനയിലേക്ക് ഹിജ്റ വരുന്നതും സ്വീകരിക്കുന്ന ബാബ്. വബിനായിഹി ബിഹാ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആയിഷ ബീവിയെ കൊണ്ട് ദാമ്പത്യ ജീവിതം തുടങ്ങുന്നതും സ്വീകരിക്കുന്ന ബാബ്. അതിൽ ഈ ഹദീസാണ് പറയുന്നത്. തസവ്വജന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഅന ബിന്തു 6 സിനീൻ എന്ന് പറയുന്ന ഹദീസാണ് ഉള്ളത്. ആ ബാബിൽ ഈ വിഷയവുമായി പറയുന്ന 2 ഹദീസ് ഉദ്ധരിച്ചിട്ടുണ്ട്. രണ്ടിനും വിഷയം തന്നെ, വഅന ബിന്തു 6 സിനീൻ. വേറൊരു ബാബുണ്ട് ബുഖാരിൻ്റെ, ബാബു തസ്വീജിൽ അബി ഇബ്നതഹു മിനൽ ഇമാമി. ഭരണാധികാരിക്ക് ബാപ്പാക്ക് കുട്ടിമകളെ കല്യാണം കഴിച്ചു കൊടുക്കാനുള്ള അധികാരമുണ്ട് എന്ന് പറയുന്ന ബാബ്. അതിൽ സിദ്ദീഖുൽ അക്ബർ നബി തങ്ങൾ ആണ് ഇമാമ നബി തങ്ങൾ കല്യാണം കഴിക്കുന്ന ചെയ്യുമ്പം 6-ാമത്തെ വയസ്സിലാണ് കെട്ടിച്ചു കൊടുക്കുന്നത് എന്നുള്ള ഹദീസ് അവിടെ കൊടുക്കുന്നുണ്ട്. മറ്റൊരു ബാബു ഇൻകാഹിർ റജുലി വലദഹു സിഗാറ. ഒരു മനുഷ്യനിക്ക് അവൻ്റെ ശിശുവായ കുട്ടിയെ കല്യാണം കഴിച്ചു കൊടുക്കാം. ഇതന്നെ നബിമാൻ പറഞ്ഞ മാതിരി തന്നെ ഇതേ ഹദീസാണ് കൊടുത്തിട്ടുള്ളത്. ആയിഷ ബീവി കല്യാണം തങ്ങൾക്ക് കല്യാണം കഴിച്ചു കൊടുത്തത് സിദ്ദീഖുൽ അക്ബർ ആയിഷ ബീവി കുട്ടിയായപ്പോഴാണ്. വേറെ ബാബ് ബുഖാരിൻ്റെ, ബാബു മം ബനാ ബി ഇംറാത്തിൻ വഹിയ ബിന്തു 9 സിനീൻ. ഒരു കുട്ടിക്ക് 9 വയസ്സാകുമ്പോൾ ആ കുട്ടിയുമായി ദാമ്പത്യ ജീവിതം തുടങ്ങാൻ പറ്റുമോ ഇല്ലേ എന്ന് സ്വീകരിക്കുന്ന ബാബ്. അതിനും തെളിവ് പറഞ്ഞത് ആയിഷ ബീവിൻ്റെ ഹദീസാണ്. മുമ്പ് നമ്മൾ സൂചിപ്പിച്ച ഇമാമിങ്ങൾ പറഞ്ഞിട്ടുണ്ട് നമ്മളെ മദ്ഹബ് പ്രകാരം. ഒരു ലൈംഗിക ബന്ധത്തിലേക്ക് ഏർപ്പെടണമെങ്കിൽ ആ കുട്ടി, ആ പെണ്ണാണെങ്കിലും പെണ്ണ്, അതിനേക്കുള്ള സാഹചര്യം വേണം, അതിനേക്കുള്ള പക്വത വേണം, വളർച്ചെത്തിയവളാവണം. അവിടെ വയസ്സല്ല ശരീരഘടനയാണ് പരിഗണിക്കേണ്ടത് എന്ന് ഇമാമിങ്ങൾ വിശദീകരിച്ചിട്ടുണ്ട്. ഇവിടെ ഇമാം നവവി റളിയല്ലാഹു അൻഹു ഒരു പ്രത്യേക ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട്. നമ്മുടെ മദ്ഹബ് പ്രകാരം പ്രായപൂർത്തിയായതിൻ്റെ ശേഷം സമ്മതം വാങ്ങി കല്യാണം കഴിക്കലാണല്ലോ സുന്നത്ത്. എന്നാൽ ഇത് അതിനെതിരല്ലേ? അതിൻ്റെ മറുപടി എന്താ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പല വിവാഹം കഴിച്ചവരാണ്. 10-ൽ കൂടുതൽ കല്യാണം വിവാഹം ചെയ്തിട്ടുണ്ട്. ആദ്യം ചെയ്തത് മുഴുവനും പലതും കഴിച്ചത് പ്രായപൂർത്തിയായ സ്ത്രീകളെ തന്നെയാണ്, മുഹാത്തുൽ മുഅ്മിനീങ്ങളെയാണ് കല്യാണം കഴിച്ചിട്ടുള്ളത്. ആയിഷ ബീവിനെ മാത്രമേ ചെറുപ്പത്തിൽ കല്യാണം കഴിച്ചിട്ടുള്ളൂ. അത് സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു കല്യാണം കഴിച്ച് കൊടുക്കുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രത്യേക ആ സാഹചര്യം പരിഗണിച്ചു കൊണ്ടിട്ടാണ്. ലോകത്ത് ഏറ്റവും ബുദ്ധിമതിയായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ദഅവത്തിലേക്ക് സഹായിക്കാൻ, നബി തങ്ങളെ വക്കൽ നിന്ന് കാര്യങ്ങൾ മുഴുവനും പഠിച്ച് ലോകത്തിലേക്ക് പഠിപ്പിച്ചു കൊടുക്കാൻ സന്നദ്ധയായ അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രത്യേകമായി അതിനു വേണ്ടി മാത്രം അല്ലാഹു പടച്ച ബഹുമാനപ്പെട്ട ആയിഷ റളിയല്ലാഹു അൻഹ നബി തങ്ങളുടെ ജീവിതത്തിലേക്ക് ചെറുപ്പത്തിലേക്ക് വരേണ്ടതുണ്ട്. ആ ഒരു മസ്ലഹത്ത് പരിഗണിച്ചതിൻ്റെ പേരിലാണ് അവിടെ ആ സുന്നത്ത് ഒഴിവാക്കിയത്. അങ്ങനെയുള്ള സുന്നത്ത് ഒഴിവാക്കൽ അഫ്ദലാണ് അവിടെ എന്ന് നബിമാം അവിടെ സ്വീകരിക്കുന്നുണ്ട്. നബി തങ്ങൾ വെറും ലൈംഗികതയ്ക്ക് വേണ്ടി മാത്രമാണ് ആയിഷ ബീവി കല്യാണം കഴിച്ചതെന്ന് പറയാൻ പറ്റൂല. അമ്പിയാക്കൾ ധാരാളം നിക്കാഹ് ചെയ്യുന്നവരാണ്. അത് ലോകത്ത് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്.
അതവർ നിക്കാഹ് ചെയ്യുന്നത് ലൈംഗികതയ്ക്ക് വേണ്ടിയാണ് എന്ന് മനസ്സിലാക്കി ആരെങ്കിലും മുർത്തദ്ദാകണമെങ്കിൽ അതിനനുസരിച്ച് പരിശുദ്ധ ഇസ്ലാമിൻ്റെ അടിസ്ഥാന നിയമങ്ങളെ മാറ്റി തിരുത്താതെ പോണവർക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക, പോണവർ പോട്ടെ, അവർ അള്ളാഹ് ഹിദായത്ത് കൊടുക്കാത്തവർ പോകുമെന്ന് മനസ്സിലാക്കുക എന്നല്ലാതെ ആരോമാൽ പുറത്തൊരാൾ അങ്ങനെ നബി തങ്ങൾ 7-ാമത്തെ 6-ാമത്തെ വയസ്സിൽ കല്യാണം ശിശു വിവാഹം ചെയ്തതിൻ്റെ പേരിൽ മുർത്തദ്ദായി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനു വേണ്ടിയിട്ട് ഇസ്ലാമിൻ്റെ നിയമങ്ങൾ മുഴുവനും മാറ്റണം എന്ന് പറയുന്നത്, രേഖകളിൽ മുഴുവനും രേഖപ്പെട്ട് കിടക്കുന്നത് മാറ്റണം എന്ന് പറയുന്നത്, അത് ആധുനിക ആഗോള ലോക പണ്ഡിതന്മാർക്കേ കഴിയുള്ളൂ. ഇസ്ലാമിനെ അംഗീകരിക്കുന്നവർക്ക് അത് സാധ്യമല്ല. ഇമാം ബുഖാരി ഈ ഹദീസ് ഐഷ ബീവി നബി തങ്ങൾ നിക്കാഹ് ചെയ്യുന്നത് 6-ാമത്തെ വയസ്സിലും ദാമ്പത്യ ജീവിതം തുടങ്ങുന്നത് 9-ാമത്തെ വയസ്സിലും ആണ് എന്ന ഹദീസ് 5 സ്ഥലത്ത് പറഞ്ഞിട്ടുണ്ട്, 4 ബാബിൽ കൂടെ. ഓരോ ഹദീസ് കൊടുക്കാൻ 5 പ്രാവശ്യം ബഹുമാനപ്പെട്ട ഇമാം ബുഖാരി നിസ്കരിച്ചിട്ടുണ്ട്, ഇസ്തിഖാർ ചെയ്തിട്ടുണ്ട്, അള്ളാഹിനോട് ചോദിച്ചിട്ടുണ്ട്, സമ്മതം ചോദിച്ചിട്ടുണ്ട്. 4 ബാബ് തഹരീർ ചെയ്യാൻ 4 വട്ടം നിസ്കരിച്ചിട്ടുണ്ട്. സുന്നത്ത് ഇസ്തിഖാറത്ത് നിസ്കരിച്ച് കൊടുത്ത ഹദീസുകളാണത്. എങ്ങനെയാ തള്ളുക? ഇമാം ഇബ്നു മാജ റളിയല്ലാഹു അൻഹു ബാബിട്ടത് എങ്ങനെ? ബാബു നിക്കാഹി സിഗാരി യുസവ്വിജുഹുന്നൽ ആബാ, പിതാക്കൾക്ക് ശിശു വിവാഹം നടത്തൽ അനുവദനീയമാണ്. അതിലായി ഇബ്നു മാജ ഹദീസ് കൊടുത്തിട്ടുള്ള ബാബ് അതാണ്. സുനൻ നസായി അൽ ബിനാഉ ബി ഇബ്നതി 9 വയസ്സുള്ള പെൺകുട്ടിയുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാൻ പറ്റുമോ? അതിലാണ് ഈ ഹദീസിനെ ഇമാം നസായി റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. ഇങ്ങനെ ഇമാമിങ്ങൾ മുഴുവനും അംഗീകരിക്കുകയും ശിശു വിവാഹം അനുവദനീയമാണ് എന്നതിനിക്ക് ലക്ഷ്യം പിടിക്കുന്നതുമായ ഈ ഹദീസ്, അതിൽ എന്ത് ഗവേഷണം ചെയ്യാനാണുള്ളത്? ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളൊരു കാര്യം ചെയ്തു കഴിഞ്ഞാൽ, അത് തെളിഞ്ഞു കഴിഞ്ഞാൽ, പിന്നെ അവിടെ നബി തങ്ങളെ വാക്ക് പോലെ തന്നെ നബി തങ്ങളെ ഫീലിനെയും കാണണ്ടേ? എന്താ നബി തങ്ങളുടെ വാക്കിൽ പിന്നെ നമ്മൊന്നും ചിന്തിക്കാറില്ല. നബി തങ്ങൾ ചെയ്തതാവുമ്പം അത് ചിന്തിക്കാനുണ്ട്. വളരെ ശ്രദ്ധിക്കേണ്ട വിഷയമാണ്. വാക്കുകൾ പറയുമ്പോൾ ശ്രദ്ധിച്ച് പറയാതിരുന്നാൽ അപകടങ്ങൾ മണക്കുന്നുണ്ട് എന്നുള്ളത് വളരെ ശ്രദ്ധിക്കേണ്ടതാണ്. ഇത് ആയിഷ ബീവി ഒരു വട്ടം പറഞ്ഞതല്ല, പലപ്പോഴും പറയലുണ്ട്. ഇബ്നു അബീ ശൈബയിൽ കാണാം, മുസന്നഫ് ഇബ്നു അബീ ശൈബ, ആയിഷ റളിയല്ലാഹു അൻഹ പറയാണ്, എനിക്ക് എൻ്റെ സഹോദരൻ, എൻ്റെ കൂട്ടുകാരികളായ നബി തങ്ങളെ ഭാര്യമാർ, അവരെക്കാളും എനിക്ക് 7 പ്രത്യേകതകളുണ്ട്. അത് ഞാനൊരു ഫഖറായി പറയല്ല, നിങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി പറയാണ്. എന്താ പറയല്? എൻ്റെ നിക്കാഹ് ചെയ്യാൻ വേണ്ടി എന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് കാണിച്ചു കൊടുത്തത് എൻ്റെ സൂറത്ത്, എൻ്റെ രൂപം നബി തങ്ങൾക്ക് കാണിച്ചു കൊടുത്തു. അങ്ങനെയാണ് നബി തങ്ങൾക്ക് എന്നെ കല്യാണാലോചന നടത്തുന്നത്. അൻസലൽ മലക്കു ബി സൂറത്തി, വലിയ സംഭവമാണ് ആ രൂപം. ആ സംഭവം മുസ്തദറക്കുൽ ഹദീസിൽ വിശദമായി പറയുന്നുണ്ട്. അതുപോലെ രണ്ടാമത്തെ കാര്യം, 7 കാര്യങ്ങളാണ് ആയിഷാവിൻ്റെ പ്രത്യേകത. ഒന്നത്, ആയിഷാ ബീവിയുടെ നിക്കാഹ് നടക്കുന്നത് ആയിഷാ ബീവിയുടെ രൂപം, ഫോട്ടോ ബഹുമാനപ്പെട്ട മലക്ക് നബി തങ്ങൾക്ക് കാണിച്ചു കൊടുത്തു. ഇത് നിങ്ങളുടെ ഭാര്യയാണെന്ന് കാണിച്ചു കൊടുത്തു. അങ്ങനെയാണ്. രണ്ടാമത്തത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എന്നെ കല്യാണം കഴിക്കുമ്പോൾ ഞാൻ ശിശുവാണ്, 6 വയസ്സ് അല്ലെങ്കിൽ 7-ാമത്തെ വയസ്സിൽ പ്രവേശിച്ചിട്ടുണ്ട്. അങ്ങനത്തെ ആളാണ്. എന്നെ വീട്ടിൽ കൂട്ടുമ്പോൾ എനിക്ക് 9 വയസ്സാണ്. ഇത് വേറൊരാൾക്കില്ല. 3, നബിയും ഞാനും ഒരൊറ്റ വിരിപ്പിൽ പൊതിച്ച് കിടക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വഹി വന്നിട്ടുണ്ട്. അത് അങ്ങനെ ഒരു സംഭവം മറ്റുള്ള ഭാര്യമാർക്ക് ഉദ്ധരിക്കാനില്ല. 4, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഏറ്റവും സ്ത്രീകളിൽ വെച്ച് ഇഷ്ടമുള്ളവർ ഞാനായിരുന്നു. 5, എന്നെ സംബന്ധിച്ച് ഞാൻ ശുദ്ധമതിയാണ്, കളങ്കമില്ലാത്തവളാണ് എന്നതുമായി ബന്ധപ്പെട്ട് പരിശുദ്ധ ഖുർആനിൽ ആയത്തിറങ്ങിയിട്ടുണ്ട്. 6, ഞാൻ ബഹുമാനപ്പെട്ട ജിബ്രീൽ അലൈഹി ഇസ്ലാമിനെ കണ്ടിട്ടുണ്ട്. വേറൊരാളും ജിബ്രീൽ അലൈഹി ഇസ്ലാമിനെ കണ്ടിട്ടില്ല.
7 നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വഫാത്താകുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വഫാത്തിൻ്റെ കാര്യങ്ങൾ ചെയ്യാൻ ഞാനും മലക്കും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, വേറൊരാളും അവിടെ ഉണ്ടായിരുന്നില്ല. അത് ഞാൻ മാത്രമാണ് നബി തങ്ങൾ വഫാത്താകുമ്പോൾ നബി തങ്ങളുടെ ആചാരത്തുള്ളത്. ഇങ്ങനെ ആയിഷ ബീവി പലപ്പോഴും പറയലുണ്ട്. അതുകൊണ്ട് അന്തല്ലാതെ ഒരൊറ്റ പറച്ചിൽ പറഞ്ഞു അതാണ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടതല്ല, പലപ്പോഴായി ഉദ്ധരിക്കുന്ന സംഭവമാണിത്. കിതാബുകൾ നോക്കിയാൽ നമുക്കത് കാണാൻ കഴിയും. പിന്നെ ഇതിൻ്റെ എതിര് പഠനം നടത്താൻ പല മാർഗങ്ങളും ഉണ്ട് എന്ന് പറഞ്ഞാൽ എന്ത് മാർഗ്ഗം അവിടെ ഉള്ളത്? പരിശുദ്ധ ഇമാമിയങ്ങൾ നബി തങ്ങളെ തൊട്ട് ഉദ്ധരിച്ച ഹദീസുകൾ, അതല്ലാതെ നബി തങ്ങളെ അക്വാൽ അഫ്ആൽ തക്രീറാത്തുകൾ അത് ഇമാമിയങ്ങൾ മുത്തസിലായി ഉദ്ധരിക്കണ്ടേ? എന്ത് മാർഗ്ഗമാണ് ഇവിടെ അതിനെപ്പറ്റി പഠിക്കാൻ ഇവിടെ ഉള്ളത്? ഹദീസ് എന്ന് പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വാക്ക്, കൗല്, വാക്ക്, ഫിഅല്, തക്രീർ, ഈ പറഞ്ഞ വിഷയങ്ങൾക്ക് പഠിക്കാനുള്ള മാനദണ്ഡം സനദ് മുത്തസിലാകുക എന്നുള്ളതാണ്. ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി തങ്ങൾ പ്രത്യേകമായി പറഞ്ഞ മുതവാത്തിറായ ഹദീസാണ്, മൻ കദബ അലയ്യ മുതഅമ്മിദൻ ഫല്യതബവ്വ മഖ്അദഹു മിനന്നാർ. എന്നെപ്പറ്റി ആരെങ്കിലും മനഃപൂർവ്വം കള്ളം പറഞ്ഞാൽ അവൻ്റെ ഇരിപ്പിടം നരകത്തിൽ അവൻ ഒരുക്കിക്കൊള്ളട്ടെ. മുത്തവാത്തിറായ ഹദീസാണ്. നബി തങ്ങളെ പറ്റി കളവ് പറയാൻ പാടില്ല. നബി തങ്ങൾ ആയിഷ ബീവിയെ കല്യാണം കഴിച്ചത് 6 വയസ്സ് തികഞ്ഞതിൻ്റെ ശേഷം, 7-ാം വയസ്സ് പ്രവേശിച്ചതിൻ്റെ ശേഷം എന്നുള്ളത് ഇമാമിങ്ങൾ മുഴുവനും ഉദ്ധരിച്ച ഹദീസാണ്. അതിൻ്റെ എതിര് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആയിഷ ബീവിയെ കല്യാണം കഴിച്ചത് 18 വയസ്സിലാണ് എന്ന് എനിക്ക് ഒരു ഹദീസ് കൊണ്ടുവരണം, മുത്തസിലായ ഹദീസ് കൊണ്ടുവരണം, സ്വഹിയായ ഹദീസ് കൊണ്ടുവരണം. സ്വഹിയായ ഹദീസിൻ്റെ മാനദണ്ഡം എന്താ? അതിൻ്റെ ഇസ്നാദ് മുത്തസിലാവണം, റാവികൾ മുഴുവനും അതിലാവണം, ലബ്ത്തുള്ളവരാവണം, അവരുടെ ഉസ്താദന്മാരും അങ്ങനെയാവണം, അവരുടെ ഉസ്താദന്മാരും അങ്ങനെയാവണം. അങ്ങനെ നബി തങ്ങളിലേക്ക് മുട്ടണം. അത് ഷാദോ മുഅല്ലലോ ആവാൻ പാടില്ല. ലോകത്ത് മഷിട്ട് തെരഞ്ഞാൽ നബി തങ്ങളുടെ കൗലായിട്ടോ ഫിഅലായിട്ടോ തക്രീറായിട്ടോ ആയിഷ ബീവിയുമായി വിവാഹം ചെയ്യുന്നത് 18-ാമത്തെ വയസ്സിലാണ് എന്ന് എനിക്ക് നിങ്ങൾക്ക് നബി തങ്ങളെ ആ ഒരു ഫിഅല് തെളിയിക്കാൻ മഷിട്ട് തെരഞ്ഞാൽ കിട്ടൂല. എന്നാൽ മുത്തസിലായ സ്വഹീഹ പോവട്ടെ, ഒരു ലഈഫ ഒരു കഷ്ണം പോലും കൊണ്ടുവരാൻ കഴിയുമോ? പിന്നെ നിങ്ങൾ എന്ത് ഗവേഷണമാണ് ചെയ്യുന്നത്? ആയിഷ റളിയല്ലാഹു അൻഹയെ നബി തങ്ങൾ കല്യാണം ആലോചിക്കുന്നതിന് മുമ്പ് വേറെ ഒരാൾക്ക് കല്യാണം കഴിക്കാൻ വേണ്ടി വിവാഹം നടത്തിയിരുന്നു എന്നുള്ളതാ. പ്രസവിച്ച അന്ന് തന്നെ വിവാഹം നടത്തിക്കൂടെ? ഇന്നും നാട്ടിൽ നടക്കണില്ലേ? കല്യാണം ആലോചന നടത്തിയത് കൊണ്ട് 18 വയസ്സ് കഴിയണമെന്ന് എങ്ങനെ കണ്ടുപിടിച്ച? അതപ്പോൾ പല ആഗോള പണ്ഡിതന്മാരും പറഞ്ഞ തെളിവ് പറഞ്ഞാൽ എന്നാൽ ആ കല്യാണാലോചന നടത്തിയെന്ന് പറഞ്ഞത് തന്നെ 18 വയസ്സായുള്ള തെളിവല്ല. ഞാൻ അത് തെളിവാക്കുക എന്നതിന് അതാരാ ഉദ്ദേശിക്കുന്നത്? ബുഖാരി ഉദ്ദേശിച്ചിട്ടുണ്ടോ? മുസ്ലിം ഉദ്ദേശിച്ചിട്ടുണ്ടോ? അതിൻ്റെ സനദ് കൊണ്ടുവരി. എന്നിട്ട് അതിൻ്റെ സനദും ബുഖാരിയുടെ ബുഖാരിയുടെയും മുസ്ലിമിൻ്റെയും മറ്റ് ഇമാമിങ്ങളുടെയും സനദിനോട് കടപിടിക്കുക നോക്കി. കൂവത്തുടീൻ റാജിയാക്കല്ല വേണ്ടത്. നിങ്ങൾക്ക് കൊണ്ടുവരാൻ കഴിയൂല, ഒരു നിലക്കും കൊണ്ടുവരാൻ കഴിയൂല. പിന്നെ നിങ്ങൾ വെറുതെ വേവലാതിപ്പെടുകയാണ്. എന്തിന് വേവലാതി? ആരെങ്കിലും മുർത്തദാവൂലേ? ഈ കാലത്ത് ശിശുവാൻ നബി നടത്തിയ മോശമല്ലേ? എന്ത് മോശമാണ്? നബി തങ്ങളുടെ പാഠശാലയിലേക്ക് ഭാര്യയായി വരേണ്ട ഒരാൾ അത്യാവശ്യമായതുകൊണ്ട് നബിനെ പറ്റി മനസ്സിലാക്കി, തബ്ലീഗ് നിർബന്ധമായ കാര്യങ്ങൾ ഏതൊക്കെ നോക്കി, അത് അത്യാവശ്യമായി ബുദ്ധിമതിയായ അള്ളാഹു പ്രത്യേകം സംവിധാനിച്ച് പ്രത്യേകം പഠിച്ച ഒരാളെ കൊണ്ടുവന്നതിൽ അവർക്കതിൽ ക്ലേശമില്ല, അവരുടെ മാതാപിതാക്കൾക്ക് ക്ലേശമില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, നിങ്ങൾക്ക് ആർക്കെങ്കിലും എൻ്റെ കൂടെ ജീവിക്കാൻ പ്രയാസമുണ്ടോ? ഞാൻ ത്വലാഖില്ലി തരാം. ആദ്യം ആ വിഷയം പറഞ്ഞു നബി ആയിഷ ബീവിയോടാ. തങ്ങളെ പറ്റിയോ? ഞാൻ പാപ്പാടും മാടും ചോദിച്ചിട്ട് നിങ്ങൾ ഒഴിവാക്കി തന്നാളെ എന്ന് പറഞ്ഞത് ഒരിക്കലുമില്ല എന്ന് മറുപടി പറഞ്ഞ ആയിഷ ബീവിയാണ്. അവർക്കതിന് സങ്കടമില്ല. പിന്നെ നിങ്ങൾക്ക് എന്ത് സങ്കടമാണ് ആ വിഷയത്തിൽ? എന്തിനാണ് ഈ ഇമാമിങ്ങളെ ഹദീസിനെ തള്ളുന്ന പണിയെടുക്കാൻ നിൽക്കുന്നത്? ഇസ്ലാമിൻ്റെ അടിസ്ഥാനവുമായി ബന്ധപ്പെട്ട കാര്യത്തിലേക്ക് ഇറങ്ങണം. എന്തിനാ?
വളരെ ചിന്തിച്ച് വേണം കാര്യങ്ങൾ ചെയ്യാൻ. 2022 അഖ്ബാറുൽ യൗം ഈജിപ്തിലെ പ്രധാനപ്പെട്ട പത്രമായ അഖ്ബാറുൽ യൗം അദ്ദേഹത്തിന്റെ സ്റ്റേറ്റ്മെന്റ് പ്രസിദ്ധീകരിക്കുന്നത് നിങ്ങൾക്ക് കാണാം. എന്താ സ്റ്റേറ്റ്മെന്റ്? അഹ്മദ് കരീം الرسول تزوج السيدة عائشة وعمرها 15 عاما بالدليل. പത്രത്തിന്റെ ഹെഡിങ് ആണ്. വളരെ കൃത്യമായി അഹ്മദ് കരീമ, മഹാപണ്ഡിതനായ അഹ്മദ് കരീമ വ്യക്തമാക്കുന്നു, സയ്യിദ ആയിഷ റളിയല്ലാഹു അൻഹയെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിവാഹം ചെയ്യുന്ന പ്രായം 18 വയസ്സ് തന്നെയാണ് എന്ന് സലക്ഷ്യം അഹ്മദ് കരീമ വ്യക്തമാക്കുന്നു എന്നാണ്. അഹ്മദ് കരീമ ഉസ്താദുൽ ഫിഖ്ഹിൽ മുഖാറൻ വശരീഅത്തുൽ ഇസ്ലാമിയ ബിജാമിഅത്തുൽ അസ്ഹർ എന്ന് പറഞ്ഞുകൊണ്ട് അഖ്ബാറുൽ യൗം പ്രസിദ്ധീകരിക്കുന്ന സ്റ്റേറ്റ്മെന്റ് നമുക്ക് കാണാം. قال الدكتور أحمد كريمة أستاذ الفقه المقارن والشريعة الإسلامية بجامعة الأزهر أن الرسول صلى الله عليه وسلم تزوج من السيدة عائشة وهي بعمر 18 عام. ഐഷ ബിബി റളിയല്ലാഹു അൻഹയെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കല്യാണം കഴിക്കുന്നത് അവരുടെ 18 വയസ്സെങ്കിലും ആയിട്ടാണ് എന്ന കാര്യം വളരെ കൃത്യമാണ്. എന്നാൽ معتبر الحديث عن زواج النبي صلى الله عليه وسلم من السيدة عائشة في 9 من عمرها جهل وكذب وتدليس. അതേ സമയത്ത് ഐഷ ബിബി റളിയല്ലാഹു അൻഹ 6 വയസ്സിൽ കല്യാണം കഴിച്ച് 9 വയസ്സിൽ അവർ ദാമ്പത്യം ആരംഭിച്ചു എന്നുള്ള വാക്ക്, ആ വാക്ക് ജഹ്ലുൻ വകദിബുൻ, അത് കൃത്യമായും വിഡ്ഢിത്തവും അത് അറിവില്ലായ്മയും വകദിബുൻ പച്ചക്കളവുമാണ്. ഇതാണ് അഖ്ബാറുൽ യൗമിന് അദ്ദേഹം കൊടുത്ത സ്റ്റേറ്റ്മെന്റ്. 2022 ഒക്ടോബർ 15 അഖ്ബാറുൽ യൗം വളരെ കൃത്യമായി ഇത് വിശദീകരിച്ചിട്ടുണ്ട്. അതായത് അവർ പറഞ്ഞ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഐഷ ബിബി റളിയല്ലാഹു അൻഹയെ 6 വയസ്സിൽ കല്യാണം കഴിച്ച് 9 വയസ്സിൽ അവരുടെ ദാമ്പത്യം ആരംഭിച്ചു എന്ന് പറയുന്ന വാക്ക് ജഹ്ലുൻ, അത് ജഹ്ലാണ്, അത് പച്ചക്കളവുമാണ്. അതായത് ആര് കളവ് പറഞ്ഞു എന്നാ, അതായത് ഇതിൽ സംബന്ധമായ ചർച്ച നടന്നപ്പോൾ ചില ആളുകൾ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചു. അതായത് ആയിഷ ബീവി കളവ് പറഞ്ഞത്, ആയിഷ ബീവി കളവ് പറഞ്ഞു എന്നല്ല ഈ പറയുന്നത്. ആയിഷ ബീവിക്ക് അവിടെ ഓർമ്മപ്പിശവ് സംഭവിച്ചിട്ടുണ്ടാകാം. പക്ഷെ ഇന്ന് പഠിക്കാൻ ഈ വിഷയത്തിൽ ധാരാളം സൗകര്യങ്ങൾ ഉണ്ടായിരിക്കവേ ചില നിർദ്ദിഷ്ട താല്പര്യത്തിന് വേണ്ടി, ചില പ്രത്യേകമായ ഗൂഢലക്ഷ്യങ്ങൾക്ക് വേണ്ടി ഇത് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആളുകളെ ഒന്നുകൂടി ബലപ്പെടുത്തുന്ന രൂപത്തിൽ നമ്മൾ ഇത് പറഞ്ഞു നടക്കുന്നത് കളവാണ്. ഇത് നിലവിലുള്ള ആളുകൾ പറയുന്നത് കളവാണ്. എന്തുകൊണ്ട്? ഐഷ ബിബി റളിയല്ലാഹു അൻഹയെ സംബന്ധിച്ചിടത്തോളം അവിടെ ഒരു ഓർമ്മപ്പിശകോ മറ്റോ സംഭവിച്ചിട്ടുണ്ടാകാം. അല്ലാതെ അങ്ങനെ അവർ പറയില്ല. അവർ കളവ് പറഞ്ഞു ഇവിടെ ആർക്കും വാദമില്ല. പക്ഷെ വസ്തുതകൾ പഠിക്കാൻ നിരവധി കാര്യങ്ങൾ നിലവിൽ ഉണ്ടായിരിക്കവേ അതൊന്നും പഠിക്കാതെ ഇതിങ്ങനെ ഏറ്റുപിടിച്ച് പറയുക എന്ന് പറയുന്നത് അത് ജഹ്ലാണ്, അത് കദ്ബാണ്. ഈ വിഷയത്തിൽ യാതൊരു തർക്കവുമില്ല. ഇത് പറയുന്നത് അദ്ദേഹം ഇന്ന് ലോകത്ത് ജീവിക്കുന്ന പ്രധാനപ്പെട്ട അഹ്ലുസുന്നയുടെ പണ്ഡിതനാണ്, നിരന്തരമായി വഹാബിസത്തോട് ആഗോളതലത്തിൽ കലയിക്കുന്ന പണ്ഡിതനാണെന്ന് മാത്രമല്ല അസർ ഷരീഫിലെ പ്രധാനപ്പെട്ട പ്രൊഫസറാണ് അദ്ദേഹം. അദ്ദേഹത്തിന്റെ വീക്ഷണം ലോകത്തെ പല പണ്ഡിതന്മാരും അംഗീകരിക്കുന്നതാണ്. പിന്നെ ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആയിഷ റളിയല്ലാഹു അൻഹയെ വിവാഹം ചെയ്യുമ്പോൾ നിക്കാഹ് ചെയ്യുമ്പം 6 വയസ്സാണ്, വീട്ടിൽ കൂടുമ്പം 9 വയസ്സാണ് എന്ന് പറയുന്ന ഹദീസുകൾ അത് അറിവ് ജഹ്ലാണ്, തദ്ലീസാണ്, പച്ച കളവുമാണ് എന്ന് ഏതോ ഒരു അഹ്മദ് കരീമ എന്ന് പറയണ ഒരു ഭൂലോക പണ്ഡിതനാണ് നടക്കുന്ന ചങ്ങായി. ഇതൊക്കെ എന്ത് ഭൂലോക പണ്ഡിതനാ? എന്താ കിതാബ് കണ്ടിട്ടുണ്ടോ? ആയിഷ ബീവിയെ തൊട്ട് നേരിട്ട് ഉദ്ധരിച്ച് നബി തങ്ങളെ ഫിഅൽ ഉദ്ധരിച്ച് വന്ന ഹദീസ്, മർഫുആയ ഹദീസ്, അത് ഇമാമിയങ്ങൾ മുഴുവനും അംഗീകരിച്ചൊന്ന് വന്നല്ല, ലോക മുസ്ലിമീങ്ങൾ അത് ഇജ്മാവുകയും ചെയ്തു. അതിൻ്റെ മേൽ മസല, കുറേ മസല ഇമ്മ വരുന്നുണ്ട്. ഇമാം ബുഖാരിൻ്റെ 4 മസല കണ്ടുപിടിച്ചിട്ടുണ്ട്, വേറെ ഈ മസലകൾ ആ സംഭവത്തിൽ നിന്ന് കണ്ടുപിടിച്ചിട്ടുണ്ട്. അങ്ങനെയുള്ള ഒരു ഹദീസിനെ പറ്റി പറഞ്ഞത് ജഹ്ലാണ്. ആർക്ക് ജഹ്ൽ എന്നാണ് പറഞ്ഞത്? ആയിഷ ബീവിക്ക് പൊട്ടത്തരം പറ്റി, അബദ്ധം പറ്റി. അത് ഉദ്ധരിച്ചവർക്ക് മുഴുവൻ ജഹ്ലാണ്. തിരിഞ്ഞെന്നോ തിരിഞ്ഞില്ലാന്നോ അവർക്കൊക്കെ ഉള്ളോടത്ത് ആയിഷ ബീവി പറഞ്ഞ് പൊട്ടത്തരാണെന്ന് പറയാതെ പറഞ്ഞത് എന്താ ജഹ്ലാണോ? ആർക്ക് ജഹ്ൽ ഞങ്ങൾ ഈ പറഞ്ഞത്?
ആരാണ് ഇവിടെ തദ്ലീസ് പൂഴ്ത്തി വെപ്പ് നടത്തിയത്? ആരാണ് ഇവിടെ പച്ചനോണ പറഞ്ഞത്? അല്ല, ഓരൊന്നും പറഞ്ഞത് തെറ്റല്ല. ഒരു മുങ്ങലുണ്ട് അവിടെ. ആ ഒരൊന്നും പറഞ്ഞതല്ല തെറ്റ് ജഹില്, ഓരൊന്നും പറഞ്ഞതല്ല തദ്ലീസ്, ഓരൊന്നും പറഞ്ഞതല്ല കിദ്ബ്. ഇന്നത്തെ കാലത്ത് അത് ഉദ്ധരിക്കലാണ്. ബുഖാരി ഓതുമ്പോൾ പറയാക്കാൻ പറ്റുമോ? മുസ്ലിം ഓതുമ്പോൾ ഹദീസ് ഓതി കൊടുക്കാക്കാൻ പറ്റുമോ? അതിൻ്റെ വിശദീകരണം ഇമാമിങ്ങൾക്ക് പറയാതിരിക്കാൻ പറ്റുമോ? അതെന്താ ഈ പറഞ്ഞോല കള്ളന്മാർ? നിങ്ങൾ കള്ളാക്കണത് ആ ഇമാമിങ്ങളെ തന്നെയാണ്. ഇങ്ങനെയുള്ള ആളുകളെ ആഗോള പണ്ഡിതന്മാരെന്ന് പറഞ്ഞാൽ നമുക്ക് അംഗീകരിക്കാൻ കഴിയൂല. സലഫികളെ പറ്റി വഹാബികളെ പറ്റി എന്തോ കുറച്ച് പറഞ്ഞതുകൊണ്ട് ഒരെങ്ങനെ സുന്നികളാകുക? നബിൻ്റെ വ്യക്തമായി വന്ന നബിൻ്റെ ഫിഅലായ മർഫുവായ ഹദീസ് അംഗീകരിക്കാത്ത ഇവരെങ്ങനെ സുന്നികളാകുക? സുന്നികൾ എന്ന് പറഞ്ഞാൽ വഹാബിയെ പറ്റി 4 വർത്താനം പറഞ്ഞാൽ സുന്നിയാവുമോ? വഹാബിനെ പറ്റി ആർക്കാ പറയാൻ കഴിയാത്തത്? അതിന് മാത്രം തമ്മാടിത്തരം ചെയ്ത വഹാബികൾ ആർക്കും പറഞ്ഞൂടെ? ഓലെ പറ്റി വഹാബിക്കെതിരെ എന്തൊരു വാക്ക് പറഞ്ഞോ മുഴുവൻ സുന്നിയനെയാകുക? ഒരിക്കലും ഇവരൊന്നും സുന്നികളല്ല. സുന്നിലാണെങ്കിൽ ഈ വർത്താനം അള്ളാഹിൻ്റെ റസൂലിൻ്റെ ഹദീസ് മഹാന്മാരായ ഇമാമിയങ്ങൾ ഉദ്ധരിച്ചത്, സ്വഹീഹൈൻ ഉദ്ധരിച്ച ഹദീസ്, അതിനെപ്പറ്റി കിദ്ബുൻ, തദ്ലീസുൻ, ജഹ്ലുൻ എന്നൊക്കെ ഉദ്ധരിക്കണോ? അതിൻ്റെ തൊലിക്കട്ടിയാണ് നോക്കേണ്ടത്. ഏത് വലിയ കോളേജിൽ പഠിച്ചിട്ടും കാര്യമില്ല അങ്ങനത്തെ ഓരോന്നും. ആധുനികന്മാർക്ക് അവർ ഇജ്തിഹാദ് ചെയ്താൽ അവർ നബി തങ്ങളെ മേൽ പച്ച നുണയാണ് പറയും. മൻ കദബ അലയ്യ മുതഅമ്മിദൻ ഫല്യതബവ്വ മഖ്അദഹു മിനന്നാർ. അവർ നബി തങ്ങൾ ആയിഷ ബീവിയെ കല്യാണം കഴിച്ചത് 18ാമത്തെ വയസ്സിലാണ് എന്ന് അവർ പറയുന്നത് പച്ചക്കള്ള അവരാ പറഞ്ഞത്. നേരെ നെസ് വന്നതിൻ്റെ എതിരാണ്. അവർക്കൊരു തെളിവുമില്ല. അവർ ഈ ഹദീസിനെ ഭയപ്പെടേണ്ടതുണ്ട്. ഞാൻ ഈ പരിശുദ്ധ റമളാനിൽ ഇതിന് മറുപടി പറയാൻ ഒരുങ്ങിയതുകൊണ്ടാണ്. ആരെങ്കിലും ഇത് കേട്ടിട്ട് വഞ്ചിതരാകുകയാണെങ്കിൽ നബി തങ്ങളെപ്പറ്റി കളവ് പറഞ്ഞിട്ട് നരകത്തിലേക്ക് പോകുന്ന പണിയെടുക്കണ്ട എന്ന് തിരുത്തുന്നവർ തിരുത്തിക്കോട്ടെ എന്ന് മനസ്സിലാക്കിയിട്ടാണ്. ഞാനത്ര വലിയ ആളായിട്ടൊന്നുമല്ല, പക്ഷേ അറിവനുസരിച്ച് പറയാതിരിക്കാൻ നിർവാഹമില്ലല്ലോ, അതുകൊണ്ട് പറയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല സത്യം മനസ്സിലാക്കാൻ തൗഫീഖ് നൽകട്ടെ. പിന്നെ ഇവിടെ ചോദിക്കുന്ന ചോദ്യം, എൻ്റെ ഇജ്തിഹാദ് ഗവേഷണം എനിക്ക് പറയാൻ അനുവാദമില്ല എന്നാണ് ചോദിക്കുന്നത്. ഉള്ള ഗവേഷണം മുഴുവൻ പറയാൻ അധികാരമില്ല അവിടെ. എന്താ അധികാരമില്ല എന്നാണ് ചോദിക്കുന്നത്? ഓരോ ഗവൺമെൻറ് എന്ന അധികാരമില്ല എന്നാണോ? അതാണെങ്കിലുണ്ട്. ഇസ്ലാം അനുവാദം തന്നിട്ടുണ്ടെന്നാണോ? ഇസ്ലാം അനുവാദം തന്നിട്ടില്ല. ഇസ്ലാമിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അക്വാൽ അഫ്വാൽ തക്കീറാത്തായി പറയണമെങ്കിൽ അത് ഇമാമിങ്ങൾ ഉദ്ധരിച്ചതേ പറയാൻ പറ്റുള്ളൂ. കിതാബിൽ ഉദ്ധരിക്കണം, സിഹാവുസിത്തേൽ വേണം, എങ്കിൽ ഹദീസിൻ്റെ കിതാബുകളിൽ വേണം. ഇന്നതാണ് നബി തങ്ങളെ ആ വിഷയമുള്ളത്. നബിനെ പറ്റി നോണ അറിയാൻ പറ്റൂല. ഇസ്തിഹാദ് ചെയ്ത് കാരണം നബി അങ്ങനെ ചെയ്തിട്ട് നബി അങ്ങനെ ചെയ്ത് അറിയാൻ പറ്റുമോ? ഒരിക്കലും പറയാൻ പറ്റൂല. അപ്പം സ്വാതന്ത്ര്യമുള്ളത് ഭരണഘടനാ അനുമതി പ്രകാരമുള്ള സ്വാതന്ത്ര്യമുണ്ടാകും ആ സ്വാതന്ത്ര്യമുള്ള നാടുകളിൽ. ഇപ്പോൾ ഇന്ത്യ പോലത്തെ നാടുകൾ ജനാധിപത്യ നാടാണ്. മറ്റേ ഏത് മതം ജനങ്ങൾക്ക് മതേതരത്വ നാടാണ്. ഓരോരുത്തർക്ക് എന്തും വിളിച്ച് പറയാം. അത് ഇന്ത്യയെ പറ്റും. എന്നുവെച്ചാൽ ഇസ്ലാമിക ഭരണമുള്ളവർക്ക് പറ്റൂല. അവിടെ ഇസ്ലാം അനുവദിച്ചതേ പറയാൻ പറ്റുള്ളൂ. അനുവദിക്കപ്പെട്ടത് പറയാം, അനുവദിക്കപ്പെടാത്തത് പറയാൻ പറ്റൂല. നബിനെ പറ്റി കളവ് പറയാൻ പറ്റൂല. ആരും ഒരാൾ പോലും ഉദ്ധരിക്കാത്ത ഒരു ഹദീസിൻ്റെ കിതാബിലും ഇല്ലാത്ത നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആയിഷ ബീവിയെ കല്യാണം കഴിക്കുമ്പം 6 അല്ലെങ്കിൽ 6-ാം വയസ്സ് തുടങ്ങി പൂർത്തിയായി 7-ാം വയസ്സ് പ്രവേശിച്ചു. ഇങ്ങനെ അല്ലാത്ത ഒരു ഹദീസ് ലോകത്തില്ലല്ലോ. അത് പിന്നെ എങ്ങനെ 18ആണ് 19ആണ് 20ആണ് എന്ന് പറയല്? അത് ഗവേഷണം ചെയ്ത് പറയാൻ പറ്റുന്ന വിഷയമാണ് നബിൻ്റെ ഒരു ഫിഅൽ. അപ്പോൾ ഒരിക്കലും അത് അനുവദിക്കപ്പെടുന്നില്ല ഇസ്ലാമിൻ്റെ ഭാഷയിൽ. നിങ്ങൾക്ക് വേണമെങ്കിൽ തോന്നിവാസം പറയാം, പറയുന്നത് പറഞ്ഞോളേ.